ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ ഓക്കെ നമ്മൾ എൻ്റെ പേര് സിനാനാണ്. നമ്മൾ ഓൾറെഡി എന്താണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലല്ല, നമ്മളെ ഫസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഡാറ്റ സയൻസിൻ്റെ ഒരു റൂട്ട് മാപ്പ്, നമ്മളൊരു ഡാറ്റ സയൻസ് എങ്ങനെ പഠിച്ചെടുക്കാം, AI എങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കയ്യിലെടുക്കാം എന്നുള്ളൊരു ക്ലാസ്സുകളാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പ്ലാലിസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് എന്താണ് ഡാറ്റ സയൻസ് എന്നുള്ളത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് നേരത്തെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഫേസ് കാണിക്കുന്നിടയ്ക്ക് ഫേസ് കാണിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. മീൻസ് നമ്മളതിനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ഇനി മുൻപോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി മുൻപോട്ട് വരുന്ന പ്ലാലിസ്റ്റിലൂടെയൊക്കെ നമ്മൾ ഫേസ് റിവീൽ ചെയ്യും. അപ്പോൾ കുറേ എക്സാമ്പിൾസ് ഇപ്പോൾ നമുക്കിതിലൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡാറ്റ സയൻസ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ ഡാറ്റ സയൻസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങളധികം ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും, ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. ഈ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഒരു ബിസിനസ് നടത്തുന്ന ആളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വേറെ ഏതെങ്കിലുമൊക്കെ ഒരു IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ, മീൻസ് അതിൻ്റെ ഓണർമാരായിരിക്കും. എന്ന് ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, നിങ്ങൾ ഡാറ്റ സയൻസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതിക്കോളൂ. എനിക്ക് ആ ഡാറ്റയിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കണ്ടെത്തണം. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ. ഇപ്പം ഞാനൊരു ലാപ്ടോപ്പിൻ്റെ കമ്പനി ഉണ്ട്, അതല്ലാതെ എനിക്ക് വേറെ വലിയൊരു കമ്പനി ഉണ്ടെന്ന് കരുതിക്കോളും, അല്ലെങ്കിൽ എനിക്ക് വേറെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് കരുതിക്കോളും. ഓക്കെ, ആ സൂപ്പർ മാർക്കറ്റിലത്തെ ഔട്ട്പുട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിലത്തെ 2020 മുതൽ 2025 വരെ, ഇനി 2026 അതല്ലാന്നുണ്ടെങ്കിൽ 2027 എൻ്റെ ഈ ബിസിനസ് എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെയായിരുന്നു 2020 മുതൽ 2026 വരെ എൻ്റെ ബിസിനസ് ഇങ്ങനെ മുൻപോട്ട് പോയ ലാഭം നഷ്ടം കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടണം. ഇനി 2026 എൻ്റെ ബിസിനസ് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ വർക്ക് അതാണെന്ന് കരുതുക. ഡാറ്റ ഒക്കെ നേരിട്ട് എൻ്റെ അടുത്തുണ്ടാവും. ഡാറ്റ എങ്ങനെയാണെന്ന് വെച്ചാൽ 2000 ജസ്റ്റ് ഞാൻ മുൻപൊരു വർഷത്തെ 2025 മുതൽ 2026 2 വർഷത്തെ ഡാറ്റാസുമാണ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് എനിക്കൊരു പ്രൊഡിക്ഷൻ ഔട്ട്പുട്ട് നിങ്ങൾ തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് വരുന്നുണ്ട്, അതുപോലെ ഡാറ്റ സയൻറ്റിസ്റ്റ് വരുന്നുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ മുൻപോട്ട് പോകുന്ന ക്ലാസ്സിലൂടെ ആയിരിക്കും, അതല്ലാതെ ഇതിലൂടെ നമ്മൾ ചിലപ്പോൾ കവർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ AI പ്രൊജക്റ്റ്, ജനറേറ്റീവ് AI ഒക്കെ നമ്മൾ ഈ ഒറ്റ പ്ലാലിസ്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കുന്നത്. ഈ ഡാറ്റ സയൻസ് എന്നുള്ള പ്ലാലിസ്റ്റിൽ ഡാറ്റ സയൻസിൽ പല റോളുകളാണ്. ഡാറ്റ സയൻറ്റിസ്റ്റ് ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, പിന്നെ AI എഞ്ചിനീയർ, ജനറേറ്റീവ് AI എന്നുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒറ്റ പ്ലാലിസ്റ്റിലൂടെ നമ്മൾ കവർ ചെയ്ത് തരും. അതൊക്കെ എന്താ ഡിഫറൻസ് നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ ഒരൊറ്റ വീഡിയോനെ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, ഈ രീതിയിൽ നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം, ഇപ്പോൾ ഡാറ്റ സയൻസ് എന്താണെന്ന് മനസ്സിലായാലോ. നമ്മൾ ഏത് ഡാറ്റ സയൻസ് എന്നതൊരു വലിയ അളവിലുള്ള ഡാറ്റയിൽ നിന്ന്, അതായത് ഞാൻ പറഞ്ഞു ബിഗ് ഡാറ്റ എന്നൊക്കെ പറയും വലിയ ഡാറ്റാസിന്. ഓക്കെ, അങ്ങനത്തെ വലിയ ഡാറ്റാസിൽ നിന്ന് നമുക്കൊരു ഔട്ട്പുട്ട്, അതായത് ഒരു പ്രഡിക്ഷൻ, അതായത് ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിലവിൽ കഴിഞ്ഞ് പോയ കമ്പനിയുടെ കാര്യങ്ങൾ പറയാം. അത് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭവമാണ് എന്ത് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിലും ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ 2026 നിൽക്കുന്നത് കരുതിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ 2026 നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള വർഷങ്ങളെ ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്തായിരുന്നു എന്നൊക്കെ നമ്മുടെ ബിസിനസ് എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിനെ പ്രഡിക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചാർട്ടുകൾ, ഗ്രാഫുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷൻ അടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വെച്ചിട്ട്
കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഡാറ്റ അനലിറ്റിക്സിൻ്റെ നമ്മൾ ഈ സംഭവങ്ങൾ വെച്ചിട്ട് ഇനി 2027 എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡോക്ടറും ഒരു രോഗിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ല, ആ തമ്മിലുള്ള ബന്ധം. അതായത് ഒരു രോഗി ഡോക്ടർ നോക്കണം, ആ രോഗിക്ക് എന്ത് പ്രോബ്ലംസ് വരുമ്പോഴും ആ രോഗിക്ക് എന്ത് പ്രോബ്ലംസ് വരുമ്പോഴും ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, എന്ത് പ്രോബ്ലം എന്ന് കണ്ടെത്തുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി വരുന്ന പ്രോബ്ലംസ്, ഇനി വരുന്ന ഔട്ട്പുട്ട്, ഇനി വരുന്ന കണ്ടീഷൻസ്, ഇനി വരുന്ന എന്താണ് നമ്മൾ ഈ ബിസിനസ്സിന്, അതെല്ലാം എന്തൊരു കമ്പനി ആവട്ടെ, IT കമ്പനി ആവട്ടെ, എന്താണ് നമ്മൾ ഈ ബിസിനസ്സിന്, എന്താണ് നമ്മൾ ഈ കമ്പനിക്ക് പറ്റുക, എങ്ങനെ പ്രോഫിറ്റ്, എങ്ങനെ മുൻപോട്ട് ലാഭത്തിലൂടെ പോകുക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റ സയൻസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അതായത് നോർമലി പറഞ്ഞ ബിസിനസ് തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് ഡാറ്റ സയൻസ് സഹായിക്കും, എങ്ങനെ പ്രവചിക്കണം എന്നുള്ളത് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഷോർട്ടായിട്ട് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത് ഡാറ്റ സയൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ ആർ സ്കേല. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പൈത്തൺ ലാംഗ്വേജാണ്. പൈത്തൺ ലാംഗ്വേജാണ് ഹൈയസ്റ്റ് ഈസി ലാംഗ്വേജ്. എല്ലാവരും AI പ്രൊജക്റ്റ് നമ്മൾ ജനറേറ്റ് AI ഒക്കെ വരുന്നുണ്ട്, അവിടെയൊക്കെ പൈത്തണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈത്തൺ ഫോക്കസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക്സ് ഒക്കെ ആവശ്യമുണ്ട്, പിന്നെ ഡൊമൈൻ നോളജും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ വേറൊരു ആവശ്യമുള്ളതാണ് മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ എല്ലാം പെടും. അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ ഈ കോഡിനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യമാണ്. അതിന് മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ് ഫുൾ സെറ്റ് ചെയ്തിട്ട് മുൻപോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കുകയേ വേണ്ട. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തല്ല അതിൻ്റെ കമൻറ്റിൽ ഇപ്പോൾ എനിക്ക് ഈ പ്രോബ്ലം ഇല്ല, ഈ പ്രോബ്ലം മനസ്സിലായില്ല, നിങ്ങൾ സാർ സെക്ഷൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്നുകിൽ കമൻറ്റ് രൂപത്തിൽ സോൾവ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യും. ഈ ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തിട്ട് മുൻപോട്ട് പോകത്തുള്ളൂ. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്സ് ഡാറ്റ വിശകലനം ചെയ്യാനൊരു ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സ് ആണ്. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കൂടെ ഒരു കാര്യമില്ല. മാത്തമാറ്റിക്സ് ആണല്ലോ, എന്താ ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഈ മാത്തമാറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ലൈബ്രറീസ്, ഓരോ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണം. ആ ലോജിക്കൊന്ന് ഐഡിയ കിട്ടിയാൽ മതി. അതല്ലാതെ നിങ്ങൾ മാത്തമാറ്റിക്സ് എവിടെയും ടൈപ്പ് ചെയ്ത് കൺഫ്യൂഷൻ അടിച്ച് ആകെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം സിമ്പിളാണ്. ലോജിക്കും സിമ്പിളായിട്ട് നമുക്ക് തലയിൽ കയറും. ഓക്കെ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറും. മനസ്സിലായല്ലോ. ആ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോൾ എന്താ നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഇതാണ്. പിന്നെ എന്താണ് ഡാറ്റ സയൻസ് എന്തുകൊണ്ടാണ് പഠിക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഞാൻ ഒരു കാര്യം ഇതിൻ്റെ പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഇതിലൊക്കെ ഇവിടെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ AI വരുന്നതുകൊണ്ട് IT കമ്പനീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ വാല്യൂ കുറയുന്നുണ്ട്. ഇനി IT കമ്പനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി ഇത് പഠിച്ചിട്ട് മുൻപോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കുറേ ആളുകൾ കൺഫ്യൂഷനുണ്ട് 2026. ഇനി മുൻപോട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഡാറ്റ സയൻസിന് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പ്ലാലിസ് തുടങ്ങണ വല്ല ആവശ്യമുണ്ട്. ഇങ്ങനെ പോകണമെങ്കിൽ ഇപ്പം 2026 ഈ പ്ലാലിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എൻ്റെ ഒരു റിസർച്ചുള്ള കാര്യം പറയുന്നത്. ഞാൻ ഓൾറെഡി ഡാറ്റ സയൻസിൽ നമുക്കൊരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ പറയുന്നു. ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ AI ഡെവലപ്പ് ചെയ്യാണ്, പ്രഡിക്ഷനാണ്. അത് വേറൊരു AI വെച്ചിട്ട് ഒരു ഫേക്ക് പ്രഡിക്ഷൻ കിട്ടിയിട്ട് കാര്യമില്ല. നമ്മുടേതായിട്ടുള്ള രീതിക്ക് നമ്മുടേതായിട്ടുള്ള ടൂളുകൾ, മെഷീനുകൾ യൂസ് ചെയ്തിട്ട് കിട്ടുന്നൊരു പ്രഡിക്ഷനാണ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ ജനറേറ്റീവ് AI എന്ന ടോപ്പിക്സ് വരുന്നുണ്ട്. അത് AI ഡെവലപ്പ് ചെയ്യാണ്. പുതുതായിട്ട് വരുന്ന AI യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ ഞാൻ ജനറേറ്റീവ് AI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു AI വന്നിട്ട് നമ്മളെ തകർക്കാൻ ഒരിക്കലും പറ്റുന്നില്ല. നമ്മൾ ആ AI യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പുതിയ AI ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഒരു AI വന്നിട്ടും ഒരു കാര്യമില്ല, നമ്മളെ തകർക്കാൻ ആരും കഴിയില്ല. നമ്മൾ AI വന്നാൽ ആ കമ്പനീസ് നമ്മൾ വിളിക്കുകയാണോ, ഇവിടെ ഒരു AI ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്, ഒരു AI എഞ്ചിനീയറിങ്ങിന് ആവശ്യമുണ്ട്, ഒരു ഡാറ്റ സയൻസിന് ആവശ്യമുണ്ട്, ഒരു ബിസിനസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാം ആവശ്യമുണ്ട്. ഇപ്പോൾ വലിയ കമ്പനീസ്, ചെറിയ കമ്പനീസിനെ എടുക്കാം. അവിടെ 2-3 ഡാറ്റ സയൻസ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ജൂനിയർക്ക് ആയിട്ട് സീനിയറിനെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ജൂനിയേഴ്സിന് ആവശ്യമുണ്ടാവും. അവർക്ക് AI യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായാലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് മനസ്സിലായാലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളല്ല. അത് ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ ഓൾറെഡി സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് രണ്ടും അറിയാം, ഡാറ്റ സയൻസ് പറയാം, മനസ്സിലാക്കി ആ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അതും എനിക്കറിയാം, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലാൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് AI കൊണ്ടുപോകുന്നല്ല പറയുന്നത്, അതിൽ ഏകദേശം മീൻസ് നമ്മളെ UX ആ ടീമൊക്കെ അതൊന്നും നമ്മൾക്കറിയുന്നില്ല. UX എനിക്കറിയത്തില്ല. മീൻസ് ഇപ്പോൾ ഫ്രണ്ട് എൻഡൊക്കെ നമുക്ക് കോഡ് യൂസ് ചെയ്യുന്ന കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹയറിങ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ആ ഒരു ഫീൽഡിൽ. എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല ആ ഫീൽഡ്. നമ്മളധികം കുറേ മുൻപ് വർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെക്കുകയായിരിക്കും, നമ്മളധികം ഡാറ്റ സയൻസിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ജോബ്സ് വരുന്നുണ്ട്. ഏത് ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് കമ്പനി എടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഡാറ്റ സയൻസിൻ്റെ ആളുകളുണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ IT കമ്പനീസിലാണെങ്കിലും അത്യാവശ്യം ഡാറ്റ സയൻസിൻ്റെ ആളുകളുണ്ടാവും. നല്ല ഹയറിങ് നടക്കുന്നുണ്ട്, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. പിന്നെ പുറത്തൊക്കെ നല്ല സാലറിയാണ്. പുറത്തെന്ന് മീൻസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, ദുബായിലാണെന്നുണ്ടെങ്കിലും പുറത്ത് രാജ്യത്താണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും നല്ല സാലറിയാണ്. നമ്മളെ കേരളത്തിൽ സാലറി ഇല്ല എന്നല്ല, അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, നല്ല സാലറിയാണ്. പിന്നെ നമുക്കിതിൽ നമ്മൾ ചാർട്ട് ഗ്രാഫുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സംഭവം സിമ്പിളാണ്. ഒന്നുകിൽ സീനിയർമാർക്കായിരിക്കും, ഒന്നുകിൽ ഡയറക്റ്റ് ക്ലയൻ്റ് ആയിരിക്കും, ഒന്നുകിൽ മാനേജർമാർ, അങ്ങനെയൊക്കെ ആയിരിക്കും. അത് സംഭവം സിമ്പിൾ. നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില ഏതൊക്കെ മൂവീസിലുണ്ട് അതിനെക്കുറിച്ച്. മാർക്കറ്റിംഗ്, ആ കമ്പനീസിലൊരു ഡാറ്റ സയൻസിലുണ്ടാവും, ആ മാർക്കറ്റിംഗ് എങ്ങനെ മുൻപോട്ട് പോകും. അപ്പോൾ ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്നും അധികം പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നെങ്കിൽ സീനിയർമാർ എക്സ്പ്ലെയിൻ, അതിനൊരു ടീം ക്ലയൻറ്റിനായിട്ട് വർക്ക് ചെയ്യാൻ വേറെ ടീമുണ്ടാവും, അവർക്ക് നമ്മൾ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്താൽ അവർ പിന്നെ ഡയറക്റ്റ് ക്ലയൻ്റ് ആയിരിക്കും അവരൊക്കെ. അത് വേറെ ഇടാൻ ആവശ്യമില്ല. ഒക്കെ ഒരു ബിസിനസ് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ബിസിനസ് ഉണ്ട്, കുറേ IT കമ്പനീസ് ഉണ്ട്. അവർക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഡാറ്റ സയൻസ് ടീം വേണം, ഒരു ഡാറ്റ ഡെവലപ്പറാണ്. എനിക്ക് ഈ ഡാറ്റ സയൻസ് പഠിച്ചാൽ നമ്മൾ ഈ ഒറ്റ പ്ലാലിസ്റ്റ് പഠിച്ചപ്പോൾ എന്തെല്ലാം കിട്ടുന്നുണ്ട്. ഡാറ്റ സയൻസ് എന്നുള്ള പേര് ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയറിംഗ്, ജനറേറ്റീവ് AI, സോഫ്റ്റ്വെയർ ഡെവലപ്പർ വേണമെങ്കിൽ ഒക്കെ പൈത്തൺ പഠിച്ചിട്ട് പൈത്തൺ ഡെവലപ്പർ ആകാം. ഓക്കെ. പിന്നെ ഇതിലെ ടൂളുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. യൂസ് ചെയ്യുന്നത് പൈത്തൺ ലാംഗ്വേജ് ആണ്. SQL പറഞ്ഞാൽ നമ്മൾ ഡാറ്റാ ബേസ് ആണ്, അതായത് നമ്മൾ ഡാറ്റയെ ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് SQL യൂസ് ചെയ്യുന്നു. പിന്നെ പവർ BI യൂസ് ചെയ്യുന്നുണ്ട്. പവർ BI എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ അനലിറ്റിക്സിൻ്റെ കേസിൽ നമ്മൾ ചാർട്ടുകൾ, അതുപോലെ ഗ്രാഫുകളൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യാനും ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പവർ BI യൂസ് ചെയ്യണത്. പിന്നെ ജുബൈറ്റർ നോട്ട്ബുക്കാണ്. ഈ പേര് കേട്ടിട്ടൊന്നും കൺഫ്യൂഷൻ അടിക്കണ്ട, ഇവിടെ പോകുമ്പോൾ വരുന്നേ ഉള്ളൂ, ഓരോന്ന് സ്റ്റാർട്ടിങ് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പേര് കേട്ടിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോയാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ പറയാലോ. ഓക്കെ, അപ്പോൾ ഇതിന് ജുബൈറ്റർ നോട്ട്ബുക്ക് വരുന്നുണ്ട്. കോഡിങ് എൻവയൺമെൻറ്റാണ്, കോഡ്, ഗ്രാഫ്, നോട്ട്സ് ഒരുമിച്ച് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ടൂളാണ് ജുബൈറ്റർ നോട്ട്ബുക്ക്. പിന്നെ എക്സൽ ഷീറ്റൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും പേടിക്കണ്ട. പിന്നെ മെഷീൻ ലേണിംഗ് വരുന്നത് കേട്ടോ. മെഷീൻ ലേണിംഗ് നമ്മളെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഡീപ്പ് ലേണിംഗ് വരുന്നുണ്ട്. ഡീപ്പ് ലേണിംഗിലാണ് നമ്മളെ ജനറേറ്റീവ് AIൻ്റെ സെക്ഷനൊക്കെ വരും. അതൊക്കെ നമ്മൾ ലാസ്റ്റൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, പൈത്തണെ ഹാൻഡിൽ ചെയ്യാനാണ്. പൈത്തൺ നമുക്ക് ആവശ്യമായിട്ടുള്ളതേ പറഞ്ഞു പോകത്തുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ പൈത്തൺ ഡെവലപ്പർ അല്ലല്ലോ, നമ്മുടെ ഡാറ്റ സയൻസിൻ്റെ കേസിലല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം കവർ ചെയ്തിട്ടാണ് പോകുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ SQL, പിന്നെ അങ്ങനെ ജുബൈറ്ററൊക്കെ ചാടൽ തുടങ്ങും കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പ്രധാനമായിട്ടുള്ള ലൈബ്രറികളാണ്. ഇത് ഞാനിപ്പോൾ കൊടുത്തു എന്നുള്ളൂ, പക്ഷേ ഞാൻ അതിലോട്ട് നമ്മൾ സെപ്പറേറ്റ് വരുന്നുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. NumPy, Pandas, പിന്നെ മാറ്റ്പ്ലോട്ലിബ്, SQL, അതൊക്കെ നമ്മളതിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, SQL എന്താണെന്നുള്ളതൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്, ഒന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. GitHub ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൈത്തൺ ലാംഗ്വേജിൻ്റെ ഒരു ബേസിക്സ് ഒക്കെയാണ്. ഇത് SQL ആണ്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ നമ്മുടെ ഈ സെക്ഷനിൽ. അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏകദേശം എല്ലാം കവർ ചെയ്തെന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മോഡൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. ഞാനൊരു കാര്യം പറയാം, ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ആളെ കൂട്ടാനും എൻ്റെ ചാനലിലേക്ക് ആളെ കൂട്ടാനും വേണ്ടിയിട്ട് ഡാറ്റ സയൻസിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നില്ല. അതായത് ഡാറ്റ സയൻസിന് ഇത്ര സ്പേസ് കിടക്കുന്നുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, മീൻസ് ഹയറിങ് നടക്കാൻ വേണ്ടിയിട്ട് ഇത്ര സ്പേസ് എടുക്കും. നമ്മൾ ആൾ കിട്ടുന്നില്ല ഒരു സത്യം പറഞ്ഞാൽ. ഡാറ്റ സയൻസിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആൾ കുറവാണ്. ഇതിൻ്റെ ഒരു ഇതിൽ കവർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഏറ്റവും സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആ ഫീൽഡിലോട്ട്, ഡാറ്റ സയൻസിലോട്ട് കുറവാണെന്ന് ഉദ്ദേശിച്ചു. അവർ ഈ മാത്സിൽ ഇതുകൊണ്ട് കുറവാണ്.
എടാ നമ്മൾ ഇപ്പോൾ എനിക്കൊരു പ്രോബ്ലം വന്നല്ല, പ്രോബ്ലം പറയുമ്പോൾ ആ പ്രോബ്ലം എനിക്ക് തട്ടത്തുള്ളൂ. സോറി, ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അതായത് ഒരു വിഷയം വരുമ്പോൾ മീൻസ് എടാ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡാറ്റ സയൻസിലോട്ട് ആളുകൾ വരാത്തതിൻ്റെ കാരണം, ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കേട്ടതുകൊണ്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ മാത്സ് കാരണം എല്ലാവർക്കും കീറുള്ളൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ എടാ ഓരോ ഫീൽഡിലോട്ട് എത്തുമ്പോഴേ അറിയത്തുള്ളൂ. ഇപ്പം നിങ്ങൾ മാത്സ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കും, കോളേജിൽ പോകാതിരിക്കും, ആ വിഷയം എടുക്കാതിരിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പാസ്സാവുന്നില്ലേ? എടാ സംഭവം അതിലോട്ട് ചാടിയാലേ സംഭവം സിമ്പിളാണ്. ഇതിൻ്റെ മാത്സ് നിങ്ങൾ മറ്റേ കോളേജിലത്തെ മറ്റേ x²+b² അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സംഭവം ഇതെല്ലാം ഊഹിച്ചിട്ട് നിങ്ങൾക്ക് ആരും ഈ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കത്തൊന്നുമില്ല. ആരും ഇവിടെ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടില്ല, അവിടെ റിസൾട്ട് കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പല മോഡൽസ് ഉണ്ട്. എടാ സംഭവം സിമ്പിളാണ്. നിങ്ങൾ കയറി നോക്കിയിട്ട് മാത്രം പോയാൽ മതി, അത്രക്കും സിമ്പിളാണ്. ജസ്റ്റ് ഒക്കെ ഒന്ന് പഠിക്കുക. സംഭവം ഏറ്റവും ഈസി ആയിട്ടത്. നിങ്ങളധികം കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിനെക്കാട്ടി ഈസിയാണ് ഡാറ്റ സയൻസ്. ഞാൻ രണ്ട് വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഞാൻ അതാണ് എപ്പോഴും സോഫ്റ്റ്വെയറിന് ഇങ്ങനെ മീൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആരിങ്ങനെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ. ഞാൻ അധികം വലിച്ചു നിന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അധികം ലെങ്തി വീഡിയോസ് ആയിരിക്കില്ല, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. അത് നമ്മൾ തന്നെ നമുക്കൊരു എനിക്ക് പ്രശ്നങ്ങളാണ്. നമുക്ക് ലെങ്ത്താകാം, പക്ഷേ പല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. കുറേ ലെങ്ത്ത് വലിയ വീഡിയോ ഉണ്ട്. അത് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ ചിലപ്പോൾ വലിയ വീഡിയോ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ലെങ്ത്താക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് നോട്ട് ചെയ്യുക. നോട്ടില്ലാതെ നമുക്ക് നോട്ടില്ലാതെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ അടിക്കും. മുൻപ് പറഞ്ഞ എന്തായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ മോഡൽ വരുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ മുൻപോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോസ് നമ്മൾക്ക് ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഞാൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളാക്കും പോലെ അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സെക്ഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കി. ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഏതൊക്കെ പുതിയ ടൂൾസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ അതിലിടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, താങ്ക് യു. എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, കമൻറ്റ്, എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാം കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം.